Welcome to Blessing Today. Blessing Todayയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something good in your life today. ദൈവം ഇന്ന് എന്തോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. And today we will be talking about Jesus' uniqueness in his message. ഇന്ന് നമ്മൾ യേശുവിന്റെ സന്ദേശത്തിലുള്ള അവന്റെ നിസ്തുല്യതയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. I request now to send the link of this video to as many people as possible. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ്. I'm sure this will bless them. ഇത് അവരെയൊക്കെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Let's pray for the sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ മാവേലിക്കര ബ്ലെസ്സിങ്സിൽ നിന്ന് വിനോദ് കുമാറാണ്. Thank you so much, Vinod Kumar. ഏപ്രിൽ 21 വിനോദിന്റെ ജന്മദിനമായിരുന്നു. Oh, belated happy birthday. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥിരമായ നല്ല ജോലി ലഭിക്കുവാൻ, സ്വന്തമായ ഭവനം ലഭിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് അടുത്ത നമ്മുടെ സ്പോൺസർ ഷീബ സജിയാണ്. ഇന്ന് ജന്മദിനം കൂടിയാണ് ഷീബയുടെ. Thank you so much, Shiba, and many happy returns of the day. കർത്താവെ, സഹോദരിയുടെ മകൾ ഷിജിൻ സാറ പി അലക്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദൈവ പൈതലായിട്ട് ആ കുഞ്ഞ് വളരേണ്ടതിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഷിജിന് ദൈവഭയമുള്ള ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളി ലഭിക്കുവാൻ, ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. I believe the Lord is going to bless you richly. കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Over to Blessing Today mini choir, lead us in worship. ഇനി നമുക്ക് ബ്ലെസ്സിംഗ് ടുഡേ choirലേക്ക് പോകാം. അവർ നമ്മെ ആരാധനയിൽ നയിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ ഒരു ദിവസം കൂടെ നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്തുതികളുടെ മീതെ വരികയും ആ എല്ലാ ദൈവിക നന്മകളാലും ദൈവ സാന്നിധ്യത്തിൻ്റെ എല്ലാ നന്മകളാലും അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനാകുന്ന ദൈവമേ. ചേർന്ന് പാടാം, വാഴ്ത്തുന്നു ഞാൻ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാം മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാം മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, എൻ യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ, സ്തുതിക്കുന്നു ഞാൻ, സ്തുത്യൻ തന്നാഥൻ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. Breaking news. വീണ്ടും ചൂടുള്ളൊരു വാർത്ത. We are going to have an exclusive meeting on Zoom application for US and Canada people. അമേരിക്കയിലും കാനഡയിലും താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം
പ്രത്യേകമായിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് നമ്മൾ നടത്താൻ പോകുന്നു. This is the first time we are coordinating this from Blessing Today. ആദ്യമായിട്ടാണ് ബ്ലെസ്സിംഗ് ടുഡേ എന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത്. So I'm requesting all of you to join this Friday, May 14th. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 14-ാം തീയതി ഇതിൽ പങ്കുചേരുവാനായിട്ട് അപേക്ഷിക്കുകയാണ്. The details are shown on the screen. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണാൻ The സാധിക്കുന്നുണ്ട്. timing is shown on the screen. അതിന്റെ സമയവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ And സാധിക്കുന്നുണ്ട്. you can also contact this number for more details. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിൽ ദയവായി കോൺടാക്ട് And we'll be ചെയ്യുക. sending the Zoom link to you. അത് മാത്രമല്ല അതിന്റെ സൂം ലിങ്ക് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. God bless you. See you there. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവിടെ വെച്ച് കാണാം. Jesus' messages were so unique. യേശുവിന്റെ സന്ദേശങ്ങളെല്ലാം തന്നെ വളരെ നിസ്തുല്യമായതാണ്. Actually, his greatest message was his own life. അവന്റെ ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് അവന്റെ ജീവിതം തന്നെയായിരുന്നു. At the same time, every word that was spoken by the Lord Jesus impacted the whole world. അത് മാത്രമല്ല യേശു കർത്താവിനാൽ സംസാരിക്കപ്പെട്ട ഓരോ വാക്കുകളും ഈ ലോകത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയാണ്. When we go through the record of the Gospels, ഈ സുവിശേഷങ്ങളുടെ വിശദാംശങ്ങൾ റെക്കോർഡുകളിലൂടെ നാം കടന്നുപോയാൽ mainly according to the writing, there are three main discourses delivered by the Lord Jesus. യേശു ക്രിസ്തുവിനാൽ 3 പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. Number one is the Sermon on the Mount. ഒന്നാമത്തേത് ഗിരിപ്രഭാഷണമാണ്. Matthew chapter 5, 6 and 7. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലായിട്ടാണ് അത് കാണാൻ സാധിക്കുന്നത്. I usually say this was a favorite of many people. ഞാൻ സാധാരണ പറയുന്ന ഇത് ഒത്തിരി ആളുകളുടെയും ഏറ്റവും പ്രിയപ്പെട്ട വേദഭാഗമാണ്. Even Mahatma Gandhi used to read those chapters a lot of times. മഹാത്മാഗാന്ധി പോലും ഈ അധ്യായങ്ങൾ പലവട്ടം വായിച്ചിട്ടുണ്ട്. The second is known as the Olivet Discourse. രണ്ടാമതായിട്ട് അറിയപ്പെടുന്നത് ഒലിവ് മലയിലെ പ്രസംഗങ്ങളാണ്. Matthew chapter 24 and 25. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 25-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. The third one is known as the Upper Room Discourse. മൂന്നാമത്തേത് അറിയപ്പെടുന്നത് മാളിക മുറിയിലെ പ്രസംഗങ്ങൾ എന്ന പേരിലാണ്. John chapter 13, 14, 15 and 16. യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16 അധ്യായങ്ങളിലായിട്ടാണ് അത് കാണാൻ സാധിക്കുന്നത്. These are the lengthy discourses delivered by Jesus as recorded. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം നീണ്ട യേശുവിന്റെ പ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്നവയാണ് ഈ ഒരു ഭാഗം എന്നുള്ളത്. I meant the discourses recorded by the gospel writers. There were many others because sometimes even the people were residing with the Lord Jesus, staying with the Lord Jesus for 3 days. That means long preachings, teachings Jesus had given them. യേശു കർത്താവിന്റെ പ്രഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷങ്ങളിലൂടെയാണ് നമുക്കത് അറിയുന്നത്. സുവിശേഷങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ തന്നെ യേശു കർത്താവ് പലയിടത്തും 3 ദിവസം വരെയും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നീണ്ട പ്രഭാഷണങ്ങൾ യേശു കർത്താവ് നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. Jesus' message generates faith, hope and love. യേശുവിൻ്റെ സന്ദേശങ്ങൾ പുറത്തുവിടുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയാണ്. That was why huge crowds were attracted to him. അതുകൊണ്ടാണ് വലിയ ജനക്കൂട്ടം അവനാൽ ആകർഷിക്കപ്പെട്ട് കടന്നു വന്നത്. It built their lives. അത് അവരുടെ ജീവിതത്തെ പണിതുയർത്തി. It sanctified their lives. അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു. Jesus' messages transformed people's lives. അത് ജനങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരമുണ്ടാക്കി. And his message was with power and authority. അവന്റെ സന്ദേശങ്ങളെല്ലാം ശക്തിയോടും അധികാരത്തോടും കൂടിയുള്ളവയായിരുന്നു. At the same time his words were graceful. അപ്പോൾ തന്നെ അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളുമായിരുന്നു. And Jesus' messages were very simple and at the same time very profound. യേശു കർത്താവിന്റെ സന്ദേശങ്ങളെല്ലാം വളരെ ലളിതമായിരുന്നു, അപ്പോൾ തന്നെ അത് ഏറ്റവും ആഴമുള്ളതുമായിരുന്നു. Jesus' message was new. Nobody had ever spoken like him.
യേശുവിന്റെ സന്ദേശങ്ങളെല്ലാം പുതിയതായിരുന്നു. അതുവരെയും ആരും അതുപോലെ And സംസാരിച്ചിട്ടില്ലായിരുന്നു. his messages were revolutionizing. അതുമാത്രമല്ല അവന്റെ സന്ദേശങ്ങൾക്ക് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉളവാക്കാൻ സാധിച്ചു. Jesus' messages were challenging. യേശുവിന്റെ സന്ദേശങ്ങൾ വെല്ലുവിളിക്കത്തക്ക At വിധത്തിലുള്ളതായിരുന്നു. the same time, his messages were comforting people. അപ്പോൾ തന്നെ ആ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസപ്രദമായിരുന്നു. The messages of Jesus changed people's lives of that generation. യേശുവിന്റെ ആ കാലത്തുണ്ടായിരുന്ന ജനങ്ങളെ അവന്റെ സന്ദേശത്തിന് മാറ്റുവാൻ സാധിച്ചു. And his messages are still transforming people's lives in every generation. അതുമാത്രമല്ല അവന്റെ സന്ദേശങ്ങൾ ഇനി വരുവാൻ പോകുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾക്കും എല്ലാ കാലത്തും ഇന്നും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. And his messages impact the whole world, the history, and even the civilizations around the globe. അവന്റെ സന്ദേശങ്ങൾ മുഴുവൻ സമൂഹത്തെയും സംസ്കാരങ്ങളെയും മാറ്റിമറിച്ചു. His messages laid the foundation for the constitutions of many countries. അതുമാത്രമല്ല പല രാജ്യങ്ങളുടെയും ഭരണഘടനാ നിർമ്മാണത്തിൽ അവന്റെ ഈ സന്ദേശങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. Now, Jesus' messages and teachings almost touch everything about human life. യേശു കർത്താവിന്റെ സന്ദേശങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും തൊടുന്നതായിരുന്നു. He talked about family life. അവൻ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. He talked about relationships. അവൻ ബന്ധങ്ങളെക്കുറിച്ച് He സംസാരിച്ചു. talked about finances. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് He സംസാരിച്ചു. talked about spiritual life. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. He talked about heaven, സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചു. hell, നരകത്തെക്കുറിച്ച്, and prayer life. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്. So he touched the entire human life. അവൻ മുഴുവൻ മനുഷ്യരുടെ മുഴുവൻ ചരിത്രത്തെയും അല്ലെ ജീവിതത്തെയും കുറിച്ച് അവൻ സംസാരിച്ചു. But at the same time, Jesus's teachings were upside down teachings. എന്നാൽ യേശുവിന്റെ സന്ദേശങ്ങൾ എന്നുള്ളത് കീഴ്മേൽ മറിക്കുന്ന സന്ദേശങ്ങളായിരുന്നു. And he reversed the value system. അന്നത്തെ മൂല്യവ്യവസ്ഥയെ അപ്പാടെ വിപരീത ദിശയിലേക്ക് തകിടം മറിക്കുന്ന രീതിയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു. Jesus is the greatest speaker who ever walked on the face of this planet. ഈ ഭൂമുഖത്ത് കടന്നു വന്നതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു പ്രാസംഗികനായിരുന്നു യേശു കർത്താവ് എന്നുള്ളത്. And his messages are still preached from all pulpits. ഇന്നും എല്ലാ പുൾപിറ്റുകളിലും അവന്റെ സന്ദേശങ്ങൾ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. For many centuries and even into the future it will be preached. പല നൂറ്റാണ്ടുകളായിട്ട് ഭാവിയിലേക്കും ഇനിയും അത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. His messages are put into practice in human life. അതുമാത്രമല്ല അവന്റെ സന്ദേശങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുവാൻ സാധിക്കുന്നവയാണ്. He himself is called the Logos of God. അവനെ തന്നെ നമ്മൾ വിളിക്കുന്നത് ലോഗോസ്, ദൈവത്തിന്റെ വചനം എന്ന ലോഗോസ് എന്നതായിട്ടാണ്. He is wiser than Solomon, the wisest king. ഏറ്റവും ജ്ഞാനിയായ രാജാവായ ശലോമോനേക്കാൾ അവൻ വലിയവനാണ്. He is smarter than all preachers. എല്ലാ പ്രാസംഗികനേക്കാൾ അവൻ അഗ്രഗണ്യനാണ്. And he is smarter than all teachers and orators. അതുപോലെ തന്നെ എല്ലാ വാഗ്മികളെക്കാളും എല്ലാ ഗുരുക്കന്മാരെക്കാളും അവൻ ഉന്നതനാണ്. And finally he attested his own message with his blood. ഒടുവിൽ അവന്റെ സ്വന്തം സന്ദേശം അവന്റെ രക്തത്താൽ അവൻ കയ്യൊപ്പിട്ടു. Hallelujah. ഹല്ലേലൂയ. His messages are unique. അവന്റെ സന്ദേശങ്ങളെല്ലാം നിസ്തുല്യമായിരുന്നു. According to John 6 and verse number 63, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വചനം, it says, the spirit gives life, the flesh counts for nothing. The words I have spoken to you, they are full of the spirit and life. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Wonderful are his words. അവന്റെ വചനങ്ങൾ ഏറ്റവും അത്ഭുതാവഹമാണ്. When you read the Bible, when you meditate the Bible, Spirit, the Holy Spirit, God's Spirit, and His life is released into you. നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രവഹിക്കുകയാണ്. And John chapter 6 verse number 66. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 66-ാമത്തെ വചനം. From this time many of his disciples turned back and no longer followed him. 67. You do not want to leave too, do you? Jesus asked the 12. Simon Peter answered him, Lord, to whom shall we go? You have the words of eternal life.
അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. When Jesus was teaching towards the end of his ministry, when he was coming to the core message, many people left him. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ഏറ്റവും കാമ്പുള്ള സന്ദേശത്തിലേക്ക് താൻ കടക്കുമ്പോൾ പല ആളുകൾ തന്നെ വിട്ടുപോയി. But the disciples did not leave him. എന്നാൽ തന്റെ ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ തന്നെ വിട്ടുപോയില്ല. And Jesus said, why are you not leaving? You can also go. എന്നാൽ യേശു കർത്താവ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിട്ടുപോകാത്തത്? നിങ്ങൾക്കും പോകാമായിരുന്നില്ലേ? And Simon Peter, representing all the other disciples, he spoke up and said, Lord, to whom shall we go? എന്നാൽ ശീമോൻ പത്രോസ് അവനിടയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? You have the words of eternal life. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. This is what I understand. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. The one thing that caused all of them to stay with Jesus was his message, his word. എല്ലാവരെയും തന്നോടുകൂടെ യേശുവിനോടുകൂടെ പിടിച്ചു നിർത്തിയ ഘടകം എന്നുള്ളത് തന്റെ വായിലൂടെ വന്ന വാക്കുകളായിരുന്നു, സന്ദേശമായിരുന്നു. Not the miracles, അത് അത്ഭുതങ്ങളായിരുന്നില്ല, not the mighty deeds or signs, അല്ലെങ്കിൽ വീര്യപ്രവൃത്തികളോ അല്ലെങ്കിൽ അടയാളങ്ങളോ ആയിരുന്നില്ല, but the words spoken by Jesus. പകരം യേശു സംസാരിച്ച വാക്കുകൾ നിമിത്തമായിരുന്നു. That was so magnetic. അത് വളരെയധികം കാന്ത പ്രഭാവമുള്ളവയായിരുന്നു. Many people who are trying to follow Jesus on account of his miracles or some benefits from him, blessings from him, one day they will all leave. പല ആളുകളും യേശുവിനെ അനുഗമിക്കുന്നത് അവനിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉപകാരങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ദിവസം അവർ യേശുവിനെ വിട്ടു പോകും. But people who are hooked to him on account of his words, they will never leave him. എന്നാൽ അവന്റെ വചനത്തിൽ അവനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊരിക്കലും യേശുവിനെ വിട്ടു പോകുകയില്ല. Hebrews chapter 1 and verse number 1. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വചനം. In the past God spoke to our ancestors through prophets and at many times and in various ways. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. Coming to verse number 2, but in these last days he has spoken to us by his son. എന്ന 2-ാമത്തെ വചനം, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. That means God himself is speaking directly to us. അതിന്റെ അർത്ഥം ദൈവം തന്നെ നേരിട്ട് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. In the Old Testament, the message was in the letter. പഴയ നിയമത്തിൽ സന്ദേശങ്ങൾ അക്ഷരങ്ങളായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. But Jesus' message is life and spirit. എന്നാൽ യേശുവിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത അതിൽ ജീവനും ആത്മാവും ഉണ്ടായിരുന്നു. Mark 12 verse number 37 says, and the common people heard him gladly. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വചനം പറയുന്നു, എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു. Meaning the common people, ordinary people were attracted to the words spoken by the Lord Jesus. അതിന്റെ അർത്ഥം സാധാരണ ജനം, സാമാന്യ ജനം അവന്റെ വചനങ്ങൾ കേൾക്കുവാൻ വിധത്തിൽ അവർ ആകർഷിക്കപ്പെട്ടിരുന്നു. Every word that Jesus spoke was history. യേശു കർത്താവ് സംസാരിച്ച ഓരോ വാക്കുകളും അത് ചരിത്രമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Matthew 7:28 and 29. ഇനിയിപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരിക, അതിന്റെ 28-29 വചനങ്ങൾ. When Jesus had finished saying these things, the crowds were amazed at his teaching, because he taught as one who had authority and not as their teachers of the law. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. The teachers of the law, their rabbis, when they taught not with any authority. They were just explaining the things written in the law as they wanted. അന്നത്തെ കാലത്ത് ശാസ്ത്രിമാർ ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ ഒരിക്കലും അധികാരമുള്ളവരായിട്ടല്ല പറയുന്നത്, മറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ പഠിപ്പിക്കുന്ന നിലയിലാണ് അവർ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. Their understanding was limited. അവർ മനസ്സിലാക്കിയതിന് പരിമിതികളുണ്ടായിരുന്നു. But Jesus is the final authority. എന്നാൽ യേശുവാണ് ഏറ്റവും ഒടുവിലത്തെ അധികാരി എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. Luke 4:22. ഇനിയിപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വചനം. All spoke well of him
and were amazed at the gracious words that came from his lips. Isn't this Joseph's son? They asked. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. I told you, he was storing up word, logos, Amen. wisdom. Yes. And finally when he started the ministry, he was taking up from the storage. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം തന്നെ തന്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുകയായിരുന്നു. ഒരിക്കൽ സംഗ്രഹിച്ച് തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ താൻ പുറത്തേക്ക് ഒഴുക്കുവാൻ തുടങ്ങി. Again coming to verse number 32, Luke chapter 4. ഇനിയിപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തന്നെ 32-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. They were amazed at his teaching because his words had authority. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. Because they were astonished at his doctrine, for his words were with power. അവന്റെ ഉപദേശങ്ങളിൽ, അവന്റെ വചനത്തിൽ അധികാരമുള്ളത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു. When we read Acts 7:38, ഇനിയിപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വരിക. അതിന് 38-ാമത്തെ വചനം. it says Moses received living words from an angel. മോശെ സീനായി മലയിൽ ഒരു ദൂതനിൽ നിന്നാണ് ജീവനുള്ള അരുളപ്പാട് അഥവാ വചനങ്ങൾ സ്വീകരിച്ചത്. Jesus was not receiving any word, any message from an angel. എന്നാൽ യേശു കർത്താവ് ഏതെങ്കിലും ഒരു ദൂതനിൽ നിന്ന് ഒരു സന്ദേശം He സ്വീകരിച്ചിട്ടില്ല. was receiving directly from the Father. പകരം പിതാവിൽ നിന്ന് അവൻ നേരിട്ടാണ് With സ്വീകരിച്ചിരിക്കുന്നത്. authority and power, in simplicity, he was speaking to the people. അധികാരത്തോടും ശക്തിയോടും ലാളിത്യത്തോടുമാണ് അവൻ ഈ കാര്യങ്ങൾ സ്വീകരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. And after everything, he called up his disciples and he said, "Go into all the world and preach this gospel, my teachings everywhere, or to all the nations." അതിനുശേഷം തന്റെ ശിഷ്യന്മാരോട് ലോകം എമ്പാടും പോയി ഈ സുവിശേഷത്തെ പടർത്തുവാനായിട്ട് താൻ ആവശ്യപ്പെട്ടു. Hallelujah. Hallelujah. So today we are carrying his word. ഇന്ന് നമ്മൾ അവന്റെ വചനമാണ് കൊണ്ടു നടക്കുന്നത്. And this program is bringing his word to you. ഈ പ്രോഗ്രാം തന്നെ അവന്റെ വചനങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. And we are not speaking our word or our message. ഞങ്ങളുടെ വാക്കുകളോ ഞങ്ങളുടെ സന്ദേശങ്ങളോ അല്ല പ്രസംഗിക്കുന്നത്. The same thing what Jesus said, we are just speaking to you. യേശു കർത്താവ് എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാൻ നിങ്ങളോടും സംസാരിക്കുകയാണ്. That means the same effect you can have on your life. അതിന്റെ അർത്ഥം അതേ പ്രതികരണങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ Hope സാധിക്കും. you are blessed by these teachings. ഈ ടീച്ചിങ്ങിലാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. And if you are really blessed, you can also sponsor some of these episodes. നിങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. Hallelujah. ഹല്ലേലൂയ. Let us listen to one testimony now. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ടെസ്റ്റിമണി കേൾക്കാം. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. എൻ്റെ പേര് വിനീത. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. പാസ്റ്റർ, എൻ്റെ വലതു ഭാഗത്തെ ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു തടിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പാസ്റ്റർക്കത് പ്രെയർ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഞാൻ ഹീലിംഗ് ക്രൂസൈഡിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രെയറിലും ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ റിക്വസ്റ്റ് ലൈവ് ചാറ്റിലിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ പാസ്റ്റർ, ആ തടിപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് സൗഖ്യം നന്ദി യേശു കർത്താവിന് എത്ര നന്ദിയും മഹത്വം പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. That is a really wonderful miracle. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണത്. Same thing can happen in your life. നിങ്ങളുടെ ജീവിതത്തിലും ഇത് കർത്താവിന് ചെയ്യാൻ സാധിക്കും. Tumors can shrink and disappear. മുഴകൾ ചുരുങ്ങി അപ്രത്യക്ഷമാകാൻ I have heard such many testimonies. ഇത്തരത്തിലുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. Even in some cases, to operate the tumor or the lump away, they were taken to the operation theater. ഈ മുഴകൾ മാറ്റുവാൻ വേണ്ടി അവർ സാധാരണ ഹോസ്പിറ്റൽ അധികാരികൾ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് But in കൊണ്ടുപോകും. between they had prayed. എന്നാൽ അതിനിടയിൽ അങ്ങനെയുള്ള ചില ആളുകൾ പ്രാർത്ഥിച്ചു. And what happened was when the surgeon was trying to operate the lump, it was not there. ഈ സർജൻ ഇത് തുറന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മുഴ അവിടെ കാണാനില്ലാത്ത അവസ്ഥയുണ്ടായി. So like that, many miracles. ഇതുപോലെ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ. God is a God of miracles. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Somebody affected with asthma problem, the Lord is healing you right now. ഈ സമയത്ത് ആസ്മയുടെ പ്രശ്നമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. And some rheumatoid
arthritis, something like that, the Lord is healing now. ഈ സമയത്ത് അതുപോലെ തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കർത്താവ് എന്തൊക്കെയോ സൗഖ്യങ്ങൾ ചെയ്യുകയാണ്. Many creative miracles are taking place right now. ഒത്തിരി അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. Hallelujah. Hallelujah. All kinds of deliverance is taking place. എല്ലാ തരത്തിലുള്ള വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. Right now stretch forth your hands. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് നീട്ടിപ്പിടിക്കാം. Right now, Lord, I release your strength and your power and your healing virtue. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ശക്തി, അഭിഷേകം, അങ്ങയുടെ ആത്മാവിനെ ഇവരുടെ മേലങ്ങ് അയക്കണമേ. Father, take away all kinds of cysts and tumors. എല്ലാ തരത്തിലുള്ള മുഴകളും സിസ്റ്റുകളും ഇപ്പോൾ മാറിപ്പോകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Cancer be healed in Jesus' name. എല്ലാ ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. HIV positive become negative in Jesus' name. HIV പോസിറ്റീവ് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറട്ടെ. COVID-19 positive become negative in Jesus' name. COVID-19 പോസിറ്റീവ് ആയിട്ടുള്ളത് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറട്ടെ. Thank you, Lord. All kinds of muscle cramps be healed in Jesus' name. എല്ലാ തരത്തിലുള്ള മസിൽ ക്രാമ്പുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Down syndrome disappear in Jesus' name. അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ഈ സമയത്ത് അത് അപ്രത്യക്ഷമാകട്ടെ. All the pregnancy complications be cleared in the mighty name of Jesus. എല്ലാ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ കർത്താവേ. Lord, I release all kinds of deliverances and breakthroughs that people need in different areas of their life right now. കർത്താവേ, ഇപ്പോൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള വിടുതലുകളും അനുഗ്രഹങ്ങളും ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Lord, for touching your people. കർത്താവേ, അങ്ങയുടെ ജനത്തെ തൊട്ടതിനായി In നന്ദി. Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. And this evening we are going to have a healing crusade. ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഹീലിംഗ് ക്രൂസേഡ് You ഉണ്ട്. can come on Zoom app. നിങ്ങൾക്ക് സൂം ആപ്പിൽ വരാൻ സാധിക്കും. And you can also watch it live on YouTube and Facebook. നിങ്ങൾക്ക് ലൈവായിട്ട് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇത് കാണുവാൻ സാധിക്കും. And you can get the Blessing Today books from Amazon. അതുപോലെ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ പുസ്തകങ്ങൾ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങുവാൻ The സാധിക്കും. details you can get either from Amazon or from our website blessingtoday.tv. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ blessingtoday.tv എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ആമസോണിലൂടെയോ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. And if you are in need of prayer, you can call up the prayer line. നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രെയർ ലൈനിൽ വിളിക്കാൻ സാധിക്കും. And you can forward the link of this video to many people. അത് മാത്രമല്ല ഈ ഒരു സന്ദേശത്തിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. Okay, see you tomorrow. God bless you. Bye bye. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you. Bye bye. യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഓ യേശുനാഥാ, ഓ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ, എൻ്റെ കോട്ടയും നീ, എൻ്റെ കോട്ടയും നീ.